Nasco Siemens പുത്തൻകുട്ടി കുപ്പായം powered by Aadhar Gold and Diamonds presented by Kiwi Ice Creams. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ടോപ്പ് 10 കണ്ടസ്റ്റൻസിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമ്മുടെ സ്വന്തം ഫിസ്ര കുട്ടിയാണ്. എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പുത്തൻ കുട്ടിക്കുപ്പായത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ ചോദിക്കുന്നതിന് മുൻപ് ഫിസ്ര ഇവിടെ വരുമ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരാളാണ് അല്ലേ? കൂടുതൽ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരു റിയാലിറ്റി ഷോയിലേക്ക് പങ്കെടുക്കാൻ വന്നപ്പോൾ എന്തായിരുന്നു ഫിസ്രയുടെ മൈൻഡിലുണ്ടായിരുന്ന ഒരു? എനിക്ക് പാട്ട് പാടുമ്പോൾ കുറേ തെറ്റുണ്ടാവാറുണ്ട്. അത് ശരിയായി കിട്ടി. പിന്നെ ജഡ്ജ്മെന്റിലൂടെ നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കാൻ അങ്ങനെ
കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഞാൻ ചോദിച്ചത് നമ്മൾ വരുന്നതിന് മുൻപ് ആ ഫസ്റ്റ് ഇങ്ങനെ വരാൻ നിന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്, അപ്പൊ നമ്മൾ പാടുമ്പോൾ മിസ്റ്റേക്ക് വന്നാൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷന്റെ ആ ഒരു പ്രശ്നം ആദ്യം ഉണ്ടായിട്ടില്ല, അവസാനമാകുമ്പോ ഇങ്ങനെ അത് തുടങ്ങി അല്ലേ? ആദ്യം ഭയങ്കര കൂളായിട്ട് നമ്മൾ വന്നു, പക്ഷെ പിന്നെ പിന്നെ ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ വന്നു. ഓക്കെ, എനിക്ക് ഫിസ്റാനെ കാണുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് എന്താ അറിയോ? എന്താ? ആലിക്കുട്ടീനെയാണ് ഓർമ്മ വരുന്നത്. ആലിക്കുട്ടിയായിട്ട് അന്ന് ആ വിഗൊക്കെ വെച്ച് ഇങ്ങനെ സ്റ്റേജിലേക്ക് വരുന്നതും അതൊരു ഒന്നൊന്നര വരവായിരുന്നു. അങ്ങനെ ഒരു ഗെറ്റപ്പിൽ എനിക്ക് തോന്നുന്നു വേറൊരു കണ്ടസ്റ്റന്റ് നമ്മുടെ പുത്തൻകുട്ടിക്കുപ്പായത്തിന്റെ വേദിയിൽ വന്നിട്ടില്ല. അപ്പോൾ ഫിസ്റ കുറച്ച് ആക്ടിങ് ഒക്കെ താല്പര്യമുള്ള, ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യാനൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആളാണ് അല്ലേ? അപ്പൊ ഈ കോമഡി റൗണ്ട് വന്നപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് ഫസ്റ്റ് കോമഡി റൗണ്ട് വന്നപ്പോൾ തന്നെ എന്താ ഫീൽ ചെയ്തേ? ഉഷാറാക്കണം നമുക്ക് മാക്സിമം കൊടുക്കാം. പെർഫോമൻസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കോമഡി റൗണ്ട് ഞാൻ അത് യൂസ് ചെയ്തു മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതിലാണോ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയത്? അതില് മൈലാഞ്ചി കൈകൾ കൊണ്ടെന്ന് പറഞ്ഞ് പാടിയപ്പോൾ സെയിം മാർക്കായിരുന്നു. രണ്ടിനും സെയിം മാർക്ക്. എന്നാ പിന്നെ ആലിക്കുട്ടീന്റെ പാട്ട് ആദ്യം ഒരു 4 വരി പാടോ? ഖത്തറിൽ നിന്നെത്തിയ ആലിക്കുട്ടി കുഞ്ഞാമിത്താക്കൊരു പാട്ട് പെട്ടി, കുഞ്ഞാലിക്കുമ്പലകോളും കിട്ടി, കുഞ്ഞൈശൂനൊരു സാരി കിട്ടി. ഖത്തറിൽ നിന്നെത്തി ആലിക്കുട്ടി കുഞ്ഞാമിത്താക്കൊരു പാട്ട് പെട്ടി, കുഞ്ഞാലിക്കുമ്പലകോളും കിട്ടി, കുഞ്ഞൈശൂനൊരു സാരി കിട്ടി. ഗ്രൂപ്പ് വിസ, ചട്ടി വിസ, കുട്ടി വിസ, പെണ്ണുങ്ങളെ വിസ, വിസ വിസ വിസ. വിസയുണ്ടോ എന്നുള്ള ചോദ്യക്കാരും വെള്ളരി നാടക പിരിവുകാരും പള്ളിക്കാരമ്പല കമ്മിറ്റിയും എത്തുന്നുണ്ടാലി കുട്ടിയെ കാണാൻ. വിസയുണ്ടോ എന്നുള്ള ചോദ്യക്കാരും വെള്ളരി നാടക പിരിവുകാരും പെങ്കിട്ടന്വേഷിച്ചു കുഞ്ഞാലിക്കുട്ടിക്ക് കോളന്ന് വന്നിടുന്നേ. 50 തെങ്ങും പുരയും പറമ്പും സ്ത്രീധനം വന്നിടുന്നേ.
അങ്ങാടി വീട്ടിലെ പത്തരമാറ്റുള്ള ചട്ടച്ചി പാത്തുവാണേ. ദല്ലാലി അവറാനും നാട്ടാരും ചേർന്ന് ചതിച്ചെന്നെ ആപ്പിലാക്കി. ആലിക്കുട്ടിക്കന്ന് പാത്തുനെ കണ്ടപ്പോൾ അരിശത്തിൽ പിരിശം വന്നേ. എന്നാലും ഈ ചതി എന്നോട് വേണ്ടല്ലോ, എനിക്കെന്താ കോങ്ങണ്ണുണ്ടോ? ആലിക്കുട്ടിക്കന്ന് പാത്തുനെ കണ്ടപ്പോൾ അരിശത്തിൽ പിരിശം വന്നേ. എന്നാലും ഈ ചതി എന്നോട് വേണ്ടല്ലോ, എനിക്കെന്താ കോങ്ങണ്ണുണ്ടോ? എനിക്കെന്താ കോങ്ങണ്ണുണ്ടോ? അല്ല എനിക്കെന്താ കോങ്ങണ്ണുണ്ടോ? എനിക്കെന്താ കോങ്ങണ്ണുണ്ടോ? അല്ല എനിക്കെന്താ കോങ്ങണ്ണുണ്ടോ? അപ്പൊ അതേ ലെവലിൽ തന്നെ മാർക്ക് കിട്ടിയ മൈലാഞ്ചി ആ പാട്ട്, മറ്റേ പഴയ സ്റ്റൈലിൽ മുടിയൊക്കെ കെട്ടി വന്ന ആ പാട്ട് അല്ലേ, അത് പാടുവോ രണ്ടുപേരും? മൈലാഞ്ചി കൈകൾ കൊണ്ട് മുഖം മറച്ച് മുഹബത്തിൻ മണിമുത്ത് മനസ്സിൽ വച്ച് തുറുമ കണ്ണീടക്കിടെ അകലെ നട്ട് പുത്തൻ മണവാട്ടി പെണ്ണൊരുങ്ങി ഒതുങ്ങി നിന്നേ, ഒതുങ്ങി നിന്നേ. മൈലാഞ്ചി കൈകൾ കൊണ്ട് മുഖം മറച്ച് മുഹബത്തിൻ മണിമുത്ത് മനസ്സിൽ വച്ച് സുറുമ കണ്ണീടക്കിടെ അകലെ നട്ട് പുത്തൻ മണവാട്ടി പെണ്ണൊരുങ്ങി ഒതുങ്ങി നിന്നേ, ഒതുങ്ങി നിന്നേ. മലരുകൾ മയങ്ങണ പൈങ്കിളിയാണ്, പനിമതി വിരിയണ പുഞ്ചിരിയാണ്. മലരുകൾ മയങ്ങണ പൈങ്കിളിയാണ്, പനിമതി വിരിയണ പുഞ്ചിരിയാണ്. കുങ്കുമം മലിയണ കവിളിണയാണ്, മധുരക്കനിയാണ്, നല്ല നറുതേൻ മൊഴിയാണ്. പെണ്ണിൻ കൽവിലൊരായിരം കനവുകളാണ്, കനവുകൾ വിടരണ പുതുനാളാണ്. കല്യാണ നാളാണ് ഇന്ന്, കല്യാണ നാളാണ്. മൈലാഞ്ചി കൈകൾ കൊണ്ട് മുഖം മറച്ച് മുഹബത്തിൻ മണിമുത്ത് മനസ്സിൽ വച്ച് സുറുമ കണ്ണീടക്കിടെ അകലെ നട്ട് പുത്തൻ മണവാട്ടി പെണ്ണൊരുങ്ങി ഒതുങ്ങി നിന്നേ, ഒതുങ്ങി നിന്നേ.
ഫസ്റ്റ് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്ന ഫിസ്റയോട് ജഡ്ജസ് എല്ലാവരും കോമൺലി പറഞ്ഞൊരു കാര്യമാണ്, ഫിസ്റ ഇപ്പോഴാണ് ഒന്ന് സീരിയസ് ആയത്, കോമ്പറ്റീഷൻ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങിയത്, പാട്ടിലേക്കൊക്കെ എഫേർട്ട് ഇടാൻ തുടങ്ങിയതെന്ന്. അത് ശരിയായിരുന്നോ? ഫസ്റ്റ് വന്നപ്പോൾ കുറച്ച് ഈസി ഗോയിങ് ആയിട്ടാണോ വന്നത്? ഈസി ഗോയിങ് എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം വന്നപ്പോൾ അതിൻ്റെ ഒരു ഇത് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് റിയാലിറ്റി ഷോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിയപ്പോൾ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു, അങ്ങനെ ഒക്കെ വന്നു. പിന്നെ അങ്ങോട്ട് സ്ട്രോങ് ആവണം തീരുമാനിച്ചു. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ടഫർ ലെവൽ കോമ്പറ്റീഷനിലാണ്. ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. പ്രാക്ടീസിന്റെ കാര്യം പറയുമ്പോൾ ഫിസ്റയുടെ വീട്ടിൽ നിന്നാണ് ഫിസ്റയുടെ മെയിൻ സപ്പോർട്ട് സിസ്റ്റം വരുന്നത് അല്ലേ? ഉപ്പ. അപ്പൊ ഉപ്പയുടെ കൂടെ കുറേ ഷോസ് ഒക്കെ പുറത്തൊക്കെ ചെയ്യുന്ന ആളാണ് ഫിസ്റ. അതെ. അപ്പം അബ്രോഡൊക്കെ ഷോസ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. എങ്ങനെയാണ് അവിടത്തെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് പപ്പൻ്റെ കൂടെ. ആദ്യം എന്നെ കൊണ്ടുപോയത് ഷെഫീഖാണ്. ഷെഫീഖ് തളിപ്പുറം എന്ന് പറയും. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും കൊണ്ടുപോയി, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പക്ഷേ ഷെഫീഖ എന്ന് പറയുന്നത് നല്ല അടുത്തൊരാളാണ്, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളെ. അപ്പം ഷെഫീഖാണ് എന്നെ ആദ്യം കൊണ്ടുപോയത്. പിന്നെ അവിടുത്തെ പ്രവാസികൾ, എനിക്ക് ദുബായിൽ ഷോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ പ്രവാസികൾ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ അപ്പം ഒരുപാട് പേര് സപ്പോർട്ടും കാര്യമൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്താലോ?
അപ്പോൾ നമ്മൾ പറഞ്ഞു പാട്ടിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നാണ് നടക്കലെന്ന്. അപ്പൊ ഉപ്പാണോ ഉമ്മയാണോ രണ്ടുപേരും ഒരുമിച്ചാണോ പാട്ട് പഠിപ്പിക്കുന്നത്? ഉപ്പ പാട്ട് പഠിപ്പിക്കും, ഉമ്മ കോസ്റ്റ്യൂം എല്ലാം സെറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഉമ്മയാണ് ഫിസ്രയുടെ കളർഫുൾ കോസ്റ്റ്യൂംസിന്റെ ഒക്കെ പുറകിൽ അല്ലേ? ഓക്കെ, പാട്ട് പഠിപ്പിക്കുമ്പോ എങ്ങനെയാണ്, സ്ട്രിക്റ്റ് ആണോ? അല്ല, കൂളായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പുത്തൻകുട്ടി കുപ്പായത്തിൽ വരുന്നതിന് മുൻപ് ഇവിടുത്തെ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ പരിചയം ഉണ്ടായിരുന്നോ? ഷഹാനെ ഷോസിനൊക്കെ കണ്ടിട്ടല്ലേ? അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഷഹാന, റൈഹാന, ഹിബ, റേഷ, റീബു, കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണല്ലേ? ഓക്കെ, എന്തായാലും ഫിസ്ര കുട്ടി നല്ല സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയൊരു പണി തരാം. നമ്മുടെ ജഡ്ജസിൽ ഓരോരുത്തരുടെ പേര് ഞാൻ പറയാം. അപ്പം പറയുമ്പോൾ അവരെ കുറിച്ച് ഫിസ്രയുടെ ഒരു ഒപ്പീനിയൻ എന്താന്ന് പറയണം. ഫൈസൽ മാഷിന് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാം, അതിനെ കുറിച്ച് പറഞ്ഞു തരും നമുക്ക്. ഫൈസൽ മാഷിൽ നിന്ന് കുറെ അറിവൊക്കെ കിട്ടിയോ? കിട്ടി. രഹനത്തിന്റെ വോയിസ് എൻ്റെ വോയിസ് ആയിട്ട് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ചില സമയത്ത് ഓരോരോ പാട്ട് പാടുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ രഹനത്ത നല്ല കമന്റ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ അൻവർക്കാന്റെ കാര്യത്തില് പെർഫോമൻസിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം അൻവർക്കയുടെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എന്താണ് തോന്നാറ്? പേടി തോന്നാറുണ്ടോ? പേടിയില്ല, കാരണം ഞാൻ പെർഫോമൻസ് ചെയ്യുന്നതുകൊണ്ട്. അൻവർക്ക വിദ്യാധര മാസ്റ്റർ മുമ്പിൽ പെർഫോം ചെയ്തില്ലേ? അപ്പോൾ എന്തായിരുന്നു അപ്പത്തെ ഒരു? അത് ഞാൻ ഫസ്റ്റ് ടൈമിൽ വന്നതായതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് നമ്മൾ പിന്നെ രതീഷ് ചേട്ടൻ വന്നു. അപ്പം രതീഷ് ചേട്ടനെ കുറിച്ചോ? നല്ലതാണ്, എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചില്ല. പഠിപ്പിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഫിസ്ര പാടിയ പാട്ടുകളിൽ ഫിസ്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഈ പാട്ട് എൻ്റെ ഏറ്റവും നന്നായിട്ട് പാടാൻ പറ്റി എന്ന് തോന്നിയൊരു പാട്ട് ഏതാ? അറിവിച്ച സമയത്തിൽ നന്നായിട്ട് പാടി. ഓക്കെ, അപ്പൊ അത് പാടിക്കും. അറിവിച്ചേ സമയത്തിലുമൈ ഹോ ജാവേ അംബിയ സകലോർക്കും മഹാതാജാവേ അറിവിച്ചേ സമയത്തിലുമൈ ഹോ ജാവേ അംബിയ സകലോർക്കും മഹാതാജാവേ അറിവിച്ചേ സമയത്തിലുമൈ ഹോ ജാവേ അംബിയ സകലോർക്കും മഹാതാജാവേ
ഏറ്റവും നല്ല പാട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഫിസ്ര സ്വന്തം പെർഫോമൻസസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇതിലും നന്നായിട്ട് പാടാമായിരുന്നു എന്ന് തോന്നിയൊരു പാട്ട് ഏതാ? അള്ളാഹുവിൻ്റെ ദൂതൻ. ഫുൾ ടെൻഷനായിട്ട് വന്ന് പാടി അല്ലേ? എന്തിനോ എന്നറിയാതെ ഏറ്റവും കൂളായിട്ട് ചില്ലായിട്ട് നടക്കുന്ന ഫിസ്ര അന്ന് ഫുൾ ടെൻഷൻ അടിച്ച് പാടിയൊരു പാട്ടായിരുന്നു അത് അല്ലേ? അതിന് രണ്ടുപേരും ഇപ്പൊ പാടാൻ പറഞ്ഞ കോൺഫിഡന്റ് ആയിട്ട് പാടില്ലേ? പാടിക്കും. അള്ളാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂല്, ഇരേഴ് ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂ വെളിച്ചം കാട്ടി റസൂല്. റസൂലേ റസൂലേ ശരഫാം നൂറേ ജമാലേ പുലിവാം ഹൈറേ യാ സീദി ഹബീബി യാ ഹാഷിമി നസീബി, ഈ ആലമാകെ പോരിശയായി തീർന്ന റസൂല്. ഇപ്പൊ നമുക്കത് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചു. അതേപോലെ ഇവിടെ വന്ന് ബാക്കി കണ്ടസ്റ്റൻസിനെ ഒക്കെ വെച്ച് നോക്കിയപ്പം ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ കണ്ടിട്ട് ഇയാൾ നമുക്കൊരു ഇത്തിരി ചാലഞ്ചിങ് ആണ്, അല്ലെങ്കിൽ ഇയാളുടെ പ്രാക്ടീസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവർ പാടുന്ന എന്തെങ്കിലും കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ്? ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ്? ഹിബയുടെ എന്ത് ക്വാളിറ്റിയാണ് ഇഷ്ടമായത്? അത് ഹിബ ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ശ്രുതി വെച്ച് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ വോയിസ് ഇങ്ങനെ ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നല്ല ഒബ്സർവേഷൻ ആണ് അത്. കാരണം ഹിബേന്റെ ആ ഒരു ക്വാളിറ്റി ഫിസ്രയ്ക്ക് വേണം എന്നുണ്ട്, അതുപോലെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അതേപോലെ നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പാടിയ പാട്ടുകളുണ്ട്, ഏതെങ്കിലും ഒരു പാട്ട് കേട്ട സമയത്ത് ഈ പാട്ട് ഞാൻ പാടിയ കൊള്ളായിരുന്നു? അതും ഹിബയുടെയാണ്. ഏത് പാട്ടാണ്? സംഭവം മൈലാഞ്ചി രാവിനെ. അത് ഞാൻ പാടിയ കൊള്ളാന്നുണ്ടായിരുന്നു. ഞാൻ കോറസ് പാടിയിരുന്നു. ഇപ്പൊ ആ പാട്ടിന്റെ രണ്ടു പാടുമോ? മൈലാഞ്ചിരാവിന് തെളിവേറും വർണ്ണങ്ങൾ, മൈക്കണ്ണി പെണ്ണിന് അഴകോലും സ്വർണ്ണങ്ങൾ, മാനത്തെ ഹുറിക്ക് ചേലോലും ചമയങ്ങൾ, മഞ്ചടിക്കുമ്പത്ത് തേനിശൽ രാഗങ്ങൾ പൂത്തിറങ്ങിടുന്നേ. ആ മൈലാഞ്ചിരാവിന് തെളിവേറും വർണ്ണങ്ങൾ, മൈക്കണ്ണി പെണ്ണിന് അഴകോലും സ്വർണ്ണങ്ങൾ. ഓക്കെ, കുഴപ്പമില്ല, ലൈൻസ് നമ്മൾ പെട്ടെന്ന് പാടുന്നു. എന്തായാലും ആ പാട്ട് ഇഷ്ടമായിരുന്നു അല്ലേ പാടാൻ? ഓക്കെ, അപ്പൊ ഫിസ്ര പഠിക്കുന്ന സ്കൂൾ ഏതാണ്? ഞാൻ കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് സിയമായ പബ്ലിക് സ്കൂൾ. അവിടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ നല്ല സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ടാണ് അല്ലേ? അപ്പൊ എല്ലാവരും പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഇംപ്രൂവ്മെന്റ് വരുത്തണം അങ്ങനെ എന്തെങ്കിലും ഒപ്പീനിയൻസ് പറഞ്ഞിട്ടില്ല. മോള് നന്നായി ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഫിസ്ര മറ്റേ കലോത്സവങ്ങൾക്കും ഇതിനൊക്കെ പങ്കെടുക്കാറില്ലേ? പങ്കെടുത്തു. ഞാൻ ഫോക്ക് ഡാൻസ് ചെയ്യും, മാപ്പിളപ്പാട്ട് ഇതിനൊക്കെ പങ്കെടുത്തു. അപ്പോൾ ഫിസ്ര ഒരു സിംഗർ മാത്രമല്ല, ഡാൻസറാണ്, ആക്ടിങ് ഉണ്ട് കയ്യിൽ, എല്ലാം ഉള്ള ഒരു സകലകലാ വല്ലഭിയാണ് അല്ലേ? പക്ഷെ ആദ്യമൊക്കെ വന്ന സമയത്ത് ഫിസ്ര ഇങ്ങനെ കുറച്ച് സൈലന്റ് ആയിട്ട് അധികം ഒന്നും കാര്യങ്ങളൊന്നും മിണ്ടാതെ നിന്നിരുന്നു തുടക്കത്തിൽ, ഓർമ്മയുണ്ടോ? എന്നിട്ട് ഫിസ്ര തന്നെ പറഞ്ഞു, എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഫിസ്ര ഒന്നും സംസാരിക്കാത്തതെന്ന് അല്ലേ? അപ്പം ഒരുപാട് ഫാൻസ് ഉണ്ട് സപ്പോർട്ടിന്, അത്യാവശ്യം എന്നാലും സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ? അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയും സപ്പോർട്ട് ചെയ്യണം, ഇനിയും പ്രാർത്ഥിക്കണം. കാരണം അവരുണ്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാരും അറിയണം. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ വന്ന ഫിസ്രയും ഇപ്പോ നിൽക്കുന്ന ഫിസ്രയുടെയും മ്യൂസിക്കാലിറ്റി വെച്ച് നോക്കുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് തോന്നുന്നത്? കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ഞാൻ പാടുന്നത് അത്ര ശരിയല്ല, കുറച്ച് മുമ്പേ പാടിയിരുന്നത് ശരിയല്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. പണ്ട് പാടി വെച്ചതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് ഒരു നല്ല സെൽഫ് റിഫ്ലക്ഷൻ ആണ് അല്ലേ കേൾക്കുമ്പോൾ? അപ്പോൾ നമ്മളെ റൈഹാനും കുട്ടി അതുപോലെ ഫിസ്ര, നിങ്ങൾ രണ്ടുപേരും വരുമ്പോൾ തന്നെ കുറച്ച് പോപ്പുലർ ആയിട്ട് കുറച്ച് ഫെയിമോട് കൂടി വന്ന ആൾക്കാരാണ് അല്ലേ? അപ്പം ഇവിടെ വന്ന് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ കണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങളെ അറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ്, അതായത് ആ ഒരു ടെൻഷനാണോ മനസ്സിൽ വന്നത്, അതോ എനിക്ക് നന്നായിട്ട് എൻ്റെ ബെസ്റ്റ് കാണിക്കണം എന്നുള്ളൊരു ചാലഞ്ച് ആയിട്ടാണോ എടുത്തത്? ചാലഞ്ച് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ആ ചാലഞ്ച് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയോ?
ശ്രമിക്കുന്നുണ്ട് അല്ലേ? എല്ലാം നടക്കണമെന്നില്ലല്ലോ. എല്ലാം നടക്കണമെന്നില്ല. ഓക്കെ, മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ട്രൈ ചെയ്യുമ്പം എപ്പോഴെങ്കിലും ഒരു സക്സസ് ഉണ്ടാവും. അപ്പൊ ഭയങ്കര പോസിറ്റീവായിട്ട് ആണ് നമ്മുടെ ഫിസ്ര കുട്ടി എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫിസ്ര ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് അടിപൊളി സോങ്സ് ഒക്കെയാണ് അല്ലേ? അതെ. അപ്പൊ ഇപ്പൊ ഒരു അടിപൊളി പാട്ട് പാടാൻ പറഞ്ഞാൽ പാടുമോ? പാടാലോ. പഠിക്കാം. മുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും, മധുരമിന്നിൽ ശലഭം വരവായി, അടട പയ്യ അഴകിതയ്യ, ഉടലിതൊന്നായി ഒഴുകാനൊരു കുറിവാ. ആഹാ, തൊട്ട് തൊട്ട് നിന്ന് മുത്തി മുത്തി വന്ന് മുത്തം മുത്തമിട്ടതാരാണ്, കണ്ണ് കണ്ണെനിഞ്ഞ് കാത്ത് കാത്ത് കനി കട്ടെടുത്ത കള്ളക്കാമുകനെ, മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്. ഓക്കെ, അപ്പം ഫിസ്രയുടെ പാടുന്ന സ്റ്റൈല് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റേജിലൊക്കെ പാടുമ്പോൾ നല്ല ഇളക്കി മറിച്ച് ഇപ്പം തന്നെ കാലൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നുണ്ട് കളിക്കാതിരിക്കാൻ. ഓക്കെ, അപ്പം ഫിസ്രയുടെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഞാൻ ഇങ്ങനെ കാണലുണ്ട്, കൂടുതലും ഇംഗ്ലീഷ് സോങ്സും വെസ്റ്റേൺ സോങ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആണ്. ഓക്കെ, അപ്പം വെസ്റ്റേൺ സോങ്സ് പാടി നോക്കിയിട്ടുണ്ടോ? ഒരു വെസ്റ്റേൺ പാട്ട് പാടും. Every night in my dreams I see you, I feel you, that is how I know you go on. Far across the distance and spaces between us, you have come to show you go on. Near, far, wherever you are, I believe that the heart does go on. Once more you open the door and you're here in my heart, and my heart will go on and on. Love was meant just one time and lasts for a lifetime, and now let's go till we're gone. Love was when I loved you one true time, I hold you in my life, will always go on. Near, far, wherever you are, I believe that the heart does go on. Once
ഫിസ്ര, നമ്മുടെ ഫിസ്രയുടെ ഉള്ളിൽ ഇത്രയും മികച്ച ഒരു വെസ്റ്റേൺ സിംഗർ ഉണ്ട് എന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഭയങ്കര രസമുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഫിസ്ര ശരിക്കും വെസ്റ്റേൺ മ്യൂസിക് പഠിക്കണം എന്ന് തോന്നുന്നു. വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഭയങ്കര നന്നായിരിക്കും. കാരണം വോക്കൽസിന് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. താങ്ക് യു. അപ്പൊ ഫിസ്ര വെസ്റ്റേണും കൂടെ പാടിക്കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചും കൂടെ ഒരു താല്പര്യം വേറെ ഏതെങ്കിലുമൊക്കെ ടൈപ്പ് പാട്ടുകളൊക്കെ കേൾക്കണമെന്ന്. ഹിന്ദി ഓക്കെ, ഒരു ഹിന്ദി പാട്ട് പാടിക്കും. जरा जरा बहकता है महकता है आज तू मेरा दिन बदन मैं प्यासी हूँ मुझे भर ले अपनी बाहों में ज़रा ज़रा महकता है बहकता है आज तू मेरा तन बदन मैं प्यासी हूँ मुझे भर ले अपनी बाहों में ए मेरी कसम तुझको सनम दूर कहीं ना जा ए दूरी कहती है पास मेरे आ जा रे. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏതെങ്കിലും ജേർണൽസ് വരെ അറിയോ എന്നുള്ളത്. നാടൻ പാട്ടൊക്കെ പാടലുണ്ടോ? നാടൻ പാട്ട് പാടുമെന്നോ? കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്. തീർച്ചയോ? ഞാനിങ്ങനെ ഒരു സ്റ്റേജ് ഷോയിൽ ഇങ്ങനെ ഫിസ്ര തകർക്കുന്ന ഒരു വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മുഖത്ത് ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടിയപ്പോൾ. എന്തായാലും ഫിസ്രയുടെ ഒരുപാട് വെർസാറ്റാലിറ്റി നമ്മൾ ഇന്ന് കണ്ടു. കാരണം ഒരുപാട് ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള പാട്ടുകൾ കണ്ടു. അപ്പം ഇനി വരാൻ പോകുന്ന സ്റ്റേജസ് എന്തൊക്കെയാണ്? കുട്ടിക്കുപ്പായത്തിൽ ഫൈനൽ ഒറ്റയടിക്ക് ഫൈനൽ ഇല്ല, ക്വാർട്ടർ ഫൈനൽസ് ഉണ്ട്, സെമി ഫൈനൽസ് ഉണ്ട്, പിന്നെ ഫൈനൽസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഭയങ്കര ടഫായിരിക്കും. കാരണം നമ്മൾ മുമ്പുള്ള റൗണ്ട്സിൽ തന്നെ കണ്ടില്ലേ, ഏറ്റവും താഴെ നിന്ന ആൾക്കാർ ഒറ്റയടിക്ക് മേലേക്ക് വരും, മേലെ നിന്ന് ആൾക്കാർ താഴേക്ക് പോകും. ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പം ഇനി അങ്ങോട്ട് ഫിസ്ര നല്ല ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പടപൊരുതാൻ തയ്യാറായിട്ട് വേണം വരാൻ. വരില്ലേ? ഉറപ്പല്ലേ? എന്തായാലും ഒരു പാട്ടും കൂടെ പാടിയിട്ട്
നമ്മുടെ ഈ എപ്പിസോഡിലെ ഈ ഒരു എനർജറ്റിക് പെർഫോമൻസോട് കൂടി നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഇതുപോലുള്ള എപ്പിസോഡ്സുമായി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് മീ ആതിര സൈനിങ് ഓഫ് ഫ്രം നാസ്കോ സിമൻസ് പുത്തൻകുട്ടിക്കുപ്പായം, പവർഡ് ബൈ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ്, presented by Kiwi Ice Creams. See you. ഈശലുകൾ പെയ്ത് പെയ്തിറങ്ങണ്, മനസ്സുകളിൽ കുളിർ തിന്നലു തഴുകണ്, കുപ്പി വളക്കൈയൊപ്പന മുട്ടണ്, കൊലുസുകളിൽ മണിതാ